അന്നോസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. मिले हैं नसीब से आएगा पल ये फिर कहाँ मैं तो तेरे नाल ही रहना जी हर गम അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ധാവണിയിലൊക്കെ? കൊള്ളാവോ? പക്ക ഒരു 90s വൈബ് അടിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഈ ധാവണി ഇട്ടിട്ട് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ആക്സിഡൻ്റലി ഞാനിങ്ങനെ വെറുതെ മുടി വെച്ചപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനെ കെട്ടിക്കളയാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കൊള്ളാവോ? അപ്പോൾ ഓണത്തിൻ്റെ 8ാമത്തെ ഡേ ആയി ഇന്നത്തെ ലുക്ക്. ധാവണി സെറ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പോൾ ഈ ഒരു ധാവണി ലുക്കിന് ഞാൻ മിനിമലായിട്ട് ആക്സസറീസ് ആയാലും മേക്കപ്പ് ആയാലും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നട്ടപ്പൊരിയുന്ന വെയിലത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അതും ടെറസിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ഇതിലൊന്നും എനിക്ക് കണ്ണേ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പും ആക്സസറീസും ആണ് യൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോളേജിലോ സ്കൂൾസിലോ ഒക്കെ ഓണം സെലിബ്രേഷന് വെയർ ചെയ്തിട്ട് ഒരു കിടിലം എന്താ പറയുക എൻട്രി കൊടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. കാരണം ധാവണി ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓണത്തിന്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടില്ലേനോ, ചന്ദന കളറും ആ ഒരു സ്റ്റൈലാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കളർ ഡിഫറൻറ്റിൽ നിങ്ങൾക്ക് പിടിച്ചാൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇനി ഞാൻ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിക്കണ്ടേ? അതായത് എൻ്റെ മേക്കപ്പ് ഗെറ്റ് റെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ മിനിമൽ ആ മേക്കപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റായിട്ട് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം വെയിലത്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സൺസ്ക്രീന് ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. സൺസ്ക്രീന് ഞാൻ ഏതാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഏതെല്ലാം പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെ പേരായിട്ട് എടുത്ത് പറയുന്നില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ലിപ്സിൽ ലിപ് ബാം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കാരണം ഒന്ന് ലിപ്പൊന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫൗണ്ടേഷനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റെ ഷെയ്ഡിനെക്കാട്ടി ഒരു ഷെയ്ഡ് ഡൗൺ ആണ് കേട്ടോ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ സെയിം ഷെയ്ഡ് അടിക്കുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫെയറായിട്ട് ഒരു വൈറ്റനിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്നെക്കാട്ടി ഒരു ഷെയ്ഡ് ഡൗൺ ആണ് ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് അത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മളെ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലഷ് 2 ചീക്സിലും ചിന്നിലും നോസിലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്ന് ഐലൈനർ കൊണ്ടല്ല കണ്ണെഴുതുന്നത്, പകരം കാജലിനെ കൊണ്ട് ഒന്ന് സ്മജ് ചെയ്തെടുക്കുന്നത് കണ്ണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വരക്കല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഞാനിത് അവിടെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഞാൻ ഇന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റെഡിഷ് റൂബി ഷെയ്ഡാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കണ്ണ് വരയുക ചെയ്യുന്നത്, കാജലിനെ കൊണ്ട് തന്നെ കണ്ണ് വരയുക ചെയ്യുന്നത്. ഈ പൊട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒന്ന് കോംപ് ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പോൾ ഹെയർ കോംപ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പേൾഡ് ഇയറിങ്സ് ആണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് അതായിരിക്കും പെർഫെക്റ്റ് ആകുക എന്നുള്ളൊരു ഫീലിങ്സ് വന്നുകൊണ്ട് ആദ്യം ഞാൻ ഈ പേൾഡ് ഇയറിങ്സാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഹെയർ ഞാനിത് വെറുതെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പിടിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിത് 2 ഭാഗത്തും മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം പിന്നീടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ അത് വേണ്ട, കെട്ടിയിട്ട് തന്നെ വെക്കാമെന്നുള്ള ഐഡിയയിൽ കെട്ടി വെക്കുക ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിയാലോ, പെൺകുട്ടിയൊക്കെ മുടി കെട്ടിയാൽ ഒരു തൃപ്തി വരാത്തൊരു കളി ഉണ്ടാവില്ല. ആ ഒരു കളിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 5-6 പ്രാവശ്യം ഞാൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായി ബാംഗിൾസ് ആണ് ഇടാൻ പോകുന്നത്. ഞാൻ സിൽവർ കളർ ബാംഗിൾസ് ആട്ടോ ഇവിടെ പെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ ധാവണീൻ്റെ ഷെയ്ഡ് സിൽവർ മിക്സ്ഡ് ആയതുകൊണ്ട് സിൽവർ ബാംഗിൾസ് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ റെഡി ആയതിനു ശേഷം എല്ലാം നോക്കിയതിന് ശേഷം എനിക്ക് ആ ഇയറിങ്സ് അങ്ങോട്ടൊന്ന് സെറ്റാകാത്ത പോലൊരു ഫീല് വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ട്രഡീഷണൽ ലുക്കാണ്, സിൽവർ ബേസ്ഡ് ആണെന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇയറിങ്സ് സിൽവർ ജുംക്കി ഇട്ടാലോ എന്ന് വെച്ചിട്ട് വെച്ച് നോക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ സിൽവർ തന്നെ ഇടാം, അതായത് ജുംക്കി തന്നെ ഇടാന്ന് പറഞ്ഞിട്ട് ഇയറിങ്സ് മാറ്റി കൊടുക്കുക കേട്ടോ.
അങ്ങനെ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ മേക്കപ്പ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് മാത്രമേ ഞാൻ പെയർ ചെയ്തിട്ടുള്ളൂ. നെക്കിലൊന്നും ഞാൻ ചെയിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഉള്ള താലിൻ്റെ ചെയിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. എന്താണെന്നറിയാം, എനിക്കൊരു കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഓണം സീരീസിന് വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു പറഞ്ഞില്ലേ, ഇൻസ്റ്റൈൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ പേജിൽ നിന്ന്. ഞാൻ ഫസ്റ്റ് 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷെയർ ചെയ്ത ടൈം അവർ കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്, നമ്മൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളെ ഓർണമെൻറ്റ്സിനെ പറ്റി പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവർ എനിക്ക് കുറച്ച് ചെയിൻ സെറ്റ്, അതായത് നെക്ക് പീസിൻ്റെ സെറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ഓർണമെൻറ്റ്സ് ആട്ടോ. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ അവർ ഓർണമെൻറ്റ്സ് സൂപ്പറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സാധനമാണ്. അതിനകത്ത് ആ ലാസ്റ്റ് ചെയിൻ ഗണപതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എന്തായാലും എൻ്റെ ഒരു വീഡിയോയിൽ അത് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ വാങ്ങിയതുകൊണ്ട് അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ചെയിൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. കാരണം അത്രയും അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അവരുടെ പേജിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫുൾ ലുക്ക് ഇതാണ്. ആഫ്റ്റർ ഗെറ്റ് റെഡി എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ എൻ്റെ ഓണം സീരീസിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കണ്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയണേ. അതുപോലെ ഇതുവരെയുള്ള സീരീസ് ഡ്രസ്സസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഡ്രസ്സ് ഏതാണെന്നും കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി ഓണം എത്താൻ ആകെ ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. ഓണം അങ്ങനെ മിറ്റത്തെത്താനായി, മിറ്റത്തെത്തി. ഇനി കോണയിൽ കയറി അകത്ത് കയറുകയേ വേണ്ടു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡിയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ നടുക്ക് ആകാശം ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. ഷൂട്ട് ചെയ്തതിന് നടുക്ക് പരുന്തും പിന്നെ നമ്മളെ പിജിയൻസില്ല അതൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ വീണ്ടും ഒരു പുതിയൊരു ഓണം ലുക്കുമായിട്ട് കാണുന്നവരെ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീരീസ് സീസൺ 2ൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. See you tomorrow. Bye bye.